സോ നമ്മുടെ മൊബൈലിൽ കണ്ടമാനം ബാറ്ററി ഡ്രെയിൻ ആകുന്ന ഒരു ഇഷ്യൂസ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? അപ്പൊ എനിക്കത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത്. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും ഒരു ജനറൽ ഇഷ്യൂസിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പം ഇത് ശ്രദ്ധിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്താണ് ഞാൻ നോക്കിയതിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അപ്പം ബാറ്ററി ഇഷ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞ് നോർമലായിട്ട് ഒന്നും ചെയ്യാതെ വെച്ച് കഴിയുമ്പോൾ കണ്ടമാനം ട്രെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ട്രെയിൻ ആകുന്നോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഇഷ്യൂസോ ചാർജിങ് പോർട്ടിന്റെ ചാർജിങ് ആകാതിരിക്കുന്നതിന്റെ ഇഷ്യൂസോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈലിലും നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനൊന്നുമില്ല. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം 5G ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഇഷ്യൂസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. ഇപ്പം അത്യാവശ്യം എല്ലാ സിമ്മുകളും 5G, എല്ലാ സിമ്മുകളും ഞാൻ പറയുന്നില്ല, നമ്മുടെ ജിയോ ആണെന്നുണ്ടെങ്കിലും എയർടെല്ലും, ബാക്കി VI 5G വന്നിട്ടില്ല, എല്ലായിടത്തും വരുന്നതേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് അധികം അവൈലബിൾ അല്ല. നമ്മുടെ എയർടെലിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജിയോ ആണ് കൂടുതലായിട്ട്. നമ്മുടെ കേരളത്തിൽ നെറ്റുമായി ബന്ധപ്പെട്ട് ജിയോ ആണ് നല്ലൊരു ശതമാനം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജിയോയുടെ 5G ട്രൂ 5G അൺലിമിറ്റഡ് ഫ്രീ കൂടി ആയതുകൊണ്ട് ഒത്തിരി പേര് ജിയോയുടെ സിം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജിയോയുടെ സിം യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഇഷ്യൂസ് നല്ല രീതിയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലായിട്ട് നമ്മുടെ ഉപയോഗമല്ലാതെ നല്ല രീതിയിൽ ബാറ്ററി മൊബൈലിന്റെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5G ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഒരു പരിധിയില്ലാതെയാണ് ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ്റെ 1-2 ഫോണുകളിൽ ഞാൻ മാറി മാറി ജിയോയുടെ 5G സിം ഇട്ടതിന് ശേഷം ഡെയിലി 2-3 തവണ മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ചു നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയകളാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇത്രയും ദിവസവും കണ്ടുവരാത്ത രീതിയിലാണ് ഈ പറയുന്നത് പോലെ ചാർജ് മൊബൈലിന്റെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടമാനം ഈ പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ 2-3 മൊബൈലുകളുണ്ട്, ഇതിനെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ് ഈ നമ്മുടെ ജിയോയുടെ സിം ഇട്ടതിന് ശേഷം. അപ്പം ഇന്റർനെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വൈഫൈയും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നെറ്റ് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം എനിക്ക് കൂടുതലായിട്ടും വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സംഭവമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ BSNLന്റെ സിം മാറ്റിയിട്ടിട്ട് മൊബൈലിൽ നോക്കി. ഈ പറയുന്ന എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റിങ്ങും ഒക്കെ നടത്തി നോക്കി. എന്നിട്ടും ഈ പറയുന്നത് പോലെയുള്ള ബാറ്ററി ട്രെയിനിങ് ഉണ്ടാകുന്നില്ല. അത്യാവശ്യം നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാനും പറ്റുന്നുണ്ട്. നമുക്ക് അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും നമുക്ക് BSNL ഈ പറയുന്ന അത്ര സ്പീഡിൽ സിമ്മിൽ എല്ലായിടത്തും നല്ല നെറ്റ്വർക്ക് ഉള്ളിടത്ത് കിട്ടത്തുള്ളൂ, അല്ലാത്തവർക്ക് അത്ര സ്പീഡിലൊന്നും കിട്ടത്തില്ല. 4G കഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർഫിങ്ങും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് നെറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലോഡിങ് ഡൗൺലോഡിങ്ങിന് വേണ്ടിയിട്ട് ജിയോ തന്നെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ സിം മാറ്റിയിട്ട് ഫോണിൽ നോക്കി, 1-2 ഫോണിൽ ഇത് മാറ്റിയിട്ടിട്ട് നോക്കി. ഞാൻ BSNLന്റെ സിം മാറ്റിയിട്ടിട്ട് അതിനകത്ത് മാത്രം ഞാൻ ഈ പറയുന്നത് പോലെ വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും എല്ലാം നോക്കി. പക്ഷെ ബാറ്ററി ട്രെയിനിങ് ഈ പറയുന്നത് പോലെ ഇല്ല. പക്ഷെ ജിയോയുടെ സിം ഇട്ട് കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ദിവസം തന്നെ 2-3 തവണ മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഈ 5G ഡിറ്റക്ട് ചെയ്തിട്ട് ചില സമയത്ത് 5G കിട്ടത്തില്ല, ചില സമയത്ത് കിട്ടും. ഇതിപ്പോ എപ്പോഴും സെർച്ചിങ്ങിൽ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഈ 5G ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 5Gയിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാൽ തന്നെ ബാറ്ററി കണ്ടമാനം നമുക്ക് ഇറങ്ങിപ്പോകുന്നു. നല്ല രീതിയിൽ പവർ നമ്മുടെ ഫോൺ എടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ട്രെയിൻ ആകുന്നുണ്ട്. കൂടെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ട്രെയിൻ ആകുന്നുണ്ട്. ഡേറ്റ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മറ്റു പല നെറ്റ്വർക്കിനേക്കാളും കൂടുതൽ ഡേറ്റ എടുക്കുന്നതും ജിയോയുടെയാണ്. ജിയോയുടെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തീരുന്നതിന് ഉള്ളിൽ തന്നെ ജിയോയുടെ ഡേറ്റ പെട്ടെന്ന് തീരുന്നുണ്ട്. അപ്പൊ അതവിടെ നിൽക്കേണ്ട ഡേറ്റയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ സെയിം ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ബാറ്ററി ട്രെയിനിങ് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോ നിങ്ങളുടെ പേഴ്സണൽ സിം അല്ല, സെക്കൻഡറി സിം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റിന് വേണ്ടി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിം ഓഫ് ആക്കി വെക്കുക. നിങ്ങളുടെ ബേസിക് സിം ഈ പറയുന്നത് പോലെ VIO അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ BSNL
ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി സേഫ് ആകും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലും പെട്ടെന്ന് ഡാമേജ് ആകാതെ ഇരിക്കും. നമുക്ക് ജിയോയുടെ ഈ 5G പ്രശ്നം അത് ഇനി വന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ആളുകളിലും നമ്മുടെ ഈ ബ്രാൻഡ് കൂടി വരുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിന്റെ റിഫ്രഷിംഗ് റേറ്റ് 120 ഹെർട്സിലേക്കൊക്കെ ഇപ്പൊ എത്തിക്കഴിഞ്ഞു. അപ്പം പഴയ പോലെ 60 ഹെർട്സോ 90 ഹെർട്സോ ഒന്നും അല്ല. അപ്പം മൊബൈലിന്റെ സ്പെസിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ആ ഒരു രീതിയിലും ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം നല്ല രീതിയിലുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യാം. റിഫ്രഷിംഗ് റേറ്റ് നമുക്ക് ആവശ്യമില്ല, അത്രയ്ക്ക് സ്പീഡപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ 120 നമുക്ക് 90 ഹെർട്സിലേക്കും 60 ഹെർട്സിലേക്കും മാറ്റിയിടാനുള്ള ഓപ്ഷൻസ് മൊബൈലിലുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടാനുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ടിരിക്കുന്ന ആപ്ലിക്കേഷന്റെ ഇതെല്ലാം നമുക്ക് ഓഫ് ചെയ്തിടാം. ഇതെല്ലാം നമുക്ക് മൊബൈലിൽ നമുക്ക് സെറ്റിംഗ്സിൽ എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് സ്ലീപ്പ് മോഡിലും എല്ലാം ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ നെറ്റ്വർക്ക് മോഡ് എന്ന് പറയുന്നത്. അപ്പം 5G പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് 5G മാറ്റി 4Gയിലേക്ക് മാറ്റിയിടുക. അല്ല നിങ്ങൾ നെറ്റ് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് മാത്രം മാറ്റി കൊടുത്ത് ഇടുക. 5G ഓട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ സെലക്ട് ചെയ്ത് ഇരുന്ന് നിങ്ങളുടെ ബാറ്ററി മൊത്തം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വെറുതെ മൊബൈൽ വെക്കുമ്പോൾ ഇത് കാണിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ 80% എന്നുള്ളത് ചിലപ്പം കണ്ണടച്ച് തുറക്കുന്നുണ്ട് 60, 50 ഒക്കെ ആയി പോകുന്നത്. അപ്പം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇതേ സെയിം ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്ന ഇങ്ങനെ ഈ ഒരു കാരണത്തിന്റെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാതെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്, നല്ല മൊബൈലും പുതിയ മൊബൈലും ഒക്കെയാണ്, എന്നിട്ടും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അപ്ഡേറ്റിന്റെ പ്രശ്നമാണോ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണോ എന്നൊക്കെ കരുതിയിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ സിം ഒന്ന് മാറ്റിയിട്ടിട്ട് നോക്കുക, വേറൊരു സിമ്മിലേക്ക് ഇട്ട് നോക്കുക. ഈ പറയുന്ന നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ BSNL സിം ഉണ്ടെങ്കിൽ ആ ഒരു സിം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബാറ്ററി സേഫ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇത് പ്രത്യേകിച്ചൊരു എന്താ പറയുന്ന ഒരു വീഡിയോ ആയിട്ട് കരുതണ്ട, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം എന്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോയുമല്ല. എന്റെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്കുള്ള ഒരു ജസ്റ്റ് ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു സജഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി അറിയട്ടെ എന്നും കരുതി മാത്രം ഇട്ട ഒരു വീഡിയോ മാത്രമാണ്. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് കരുതണ്ട, നീട്ടി വളച്ചു എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയതങ്ങ് പറഞ്ഞ് ഇടുന്നതും മാത്രമേ ഉള്ളൂ. അപ്പം ഒത്തിരി കാര്യങ്ങൾ വളച്ചുചുറ്റിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നിയേക്കാം. അപ്പം ഇതേ സെയിം ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.